സ്വപ്നത്തെ പറ്റി പറയുമ്പോൾ സ്വപ്നം സ്വാദിഖാകണമെങ്കിൽ ചില നിബന്ധനകൾ ഒന്നാമതായി ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി ഉറങ്ങാൻ കിടക്കുന്ന ആളുടെ ആദാബിനെ സൂക്ഷിക്കണം. ഉറങ്ങേണ്ട ആൾക്ക് ചില ആദാബുകൾ. ഒന്ന്, ഉള്ളോടത്തല്ലാതെ ഉറങ്ങാൻ പോകരുത്. ഉള്ളോന്റെ മേൽ ഉറങ്ങുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അനിൽ ബറാ ഇബ്നു ആസിബിൻ ഖാല ഖാല റസൂലുള്ളാഹി, പുണ്യ നബി പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവല്ല വുദൂഅക ലിസ്സലാത്ത്. സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ നീ വുദൂഅോട് കൂടി, അതല്ലാതെ മൽജയിലേക്ക്, നീ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക തന്നെ ചെയ്യരുത്. നന്നാമതായി ചെയ്യേണ്ടത് വുദൂഅോട് കൂടി ഉറങ്ങാൻ കിടക്കുക എന്ന സംഗതിയാണ്. അല്ലാതെ നീ ഉറങ്ങരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെയുണ്ട് ആദാബുകൾ. നല്ല സ്വപ്നം ഉണ്ടാകണമെങ്കിൽ ധാരാളം ആദാബുകളുണ്ട്. ഉറങ്ങുമ്പോൾ ആദ്യം കിടക്കുന്നത് വലത്തെ മരിച്ചു കിടക്കുന്ന കിടത്തം നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. ഏറ്റവും അഫ്ളലായ ആ കിടത്തം മരിച്ചു കിടത്തുന്ന രണ്ടാമത്തെ കിടത്തല്ല. മരിച്ചു കിടക്കുന്ന രണ്ടാമത്തെ കിടത്തം എന്ന് പറഞ്ഞാൽ വയറിന്മേൽ കിടത്തലാണ്. കിഴക്കോട്ട് തലയും പടിഞ്ഞാട്ട് കാലുമാക്കുക. ആ കിടത്തം നല്ലതല്ല ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ശ്രദ്ധിക്ക്, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്ക്, ബേജാറാവണ്ട. ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ കിടക്കേണ്ടത് വലഭാഗത്തിൻ്റെ മേൽ കിടക്കുകയും ഖിബിലയിലേക്ക് നോക്കി കിടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കിടക്കേണ്ടത്. ഇതാണ് ഇബ്തിദാഉൽ നൗം, ഉറക്കാൻ കിടക്കാവുന്ന ആദ്യത്തെ അവസ്ഥ. പിന്നെ അയാളെ ഇൻഖിലാബാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അയാൾക്ക് തക്ലീഫില്ല. മൂന്നാൾക്ക് തക്ലീഫില്ല. ഒന്ന് ഭ്രാന്തന്, ഒന്ന് കുട്ടിക്ക്, ഒന്ന് ഉറങ്ങണോന്. മൂന്നാൾക്ക് തക്ലീഫില്ല എന്ന്. റുഫിഅത്തിൽ അഖ്ലാമു അൻ സലാസ. ശരിക്കട്ടെ, എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും റുഫിഅത്തിൽ അഖ്ലാമു അൻ സലാസ, 3 വിഭാഗത്തിന് പേന ഉയർത്തപ്പെട്ടുവെന്ന് പുണ്യ നബി പറയുന്നു. റുഫിഅത്തിൽ അഖ്ലാമു അൻ സലാസ, 3 വിഭാഗം ആളുകൾക്ക് പേന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഉറക്കക്കാരനാണ്. പിന്നെ അയാൾക്ക് തക്ലീഫില്ല, നിബന്ധനകളില്ല. പക്ഷേ കിടക്കുമ്പോൾ അലാ ശിഖ്ഹിൽ ഐമനി, വലഭാഗത്തിന് മേൽ കിടക്കണം. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വയറിൻ്റെ മേൽ കിടക്കാൻ പാടില്ലാത്തതാണ്. ഇത് നരകക്കാരൻ്റെ കിടത്തമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവണല്ലോ പറഞ്ഞു. എപ്പോഴും ചെരിഞ്ഞാണ് ബോധം ഉണ്ടാകുമ്പോഴൊക്കെ കിടക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ടാവും. അങ്ങനെയില്ല, വളരെ ശ്രദ്ധിക്കണം. ഒരാൾ രാത്രിയോ പകലോ എന്തോ ആകട്ടെ, അയാൾ വയറിൻ്റെ മേൽ കിടക്കാൻ പാടില്ല. മുസ്തൽഖിയൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? നീണ്ടു നിർന്ന സാധാരണ ഇന്നിപ്പോൾ ഏകദേശം ആളുകളെ കിടക്കുന്നതൊക്കെ കിടക്കാം. ഹബീബായ നബി പറഞ്ഞ അഹ്ലിന്നാർ, അത് നരകക്കാരുടെ കിടത്തമാണ് എന്ന് ഈ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കിടക്കരുത്. ഇങ്ങനെ വയറും പൊന്തിച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് ഒരു കിടത്തം അങ്ങനെ കിടക്കാൻ പാടില്ല. അത് നരകക്കാരെ കടത്തമാണെന്ന് പുണ്യ നബി മനസ്സിലായില്ലേ പറഞ്ഞത്? അത് നരകക്കാരെ കടത്തമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ശ്രദ്ധിക്കണം. അനിൽ ബറാ ഇബ്നു ആസിബിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഇദാ അതൈത മൽജഅക ഫതവല്ല ثم التجع على شقك الأيمن, വലഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിടക്കണം. നോക്ക്. എന്നിട്ടോ ശൈലിയും അങ്ങനെയായിരുന്നു. മഹാന്മാരായ അസ്ലാഫൊക്കെ ചെയ്തത് അങ്ങനെയാണ്. വലഭാഗത്തിലേക്ക് ചെരിഞ്ഞ് കിടക്കുകയും എന്നിട്ട് വലത്തെ കൈയിനെ തലേണയാക്കുകയും ചെയ്തിട്ടുള്ള ആ കടത്തമാണ് കടത്തത്തിൻ്റെ 1-ാം ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ആദാബ് സൂക്ഷിച്ചാലേ സ്വലാഹിയത്തിൻ്റെ സ്വപ്നമുണ്ടാകൂ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ പാമ്പും തേളൊക്കെ അങ്ങനെ കാണും, അത് സാധാരണയായി കാണും. അതായത് സലാഹിയത്തിൻ്റെ സ്വപ്നം കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ആദാബുകൾ സൂക്ഷിക്കേണ്ടത്. മറ്റൊരു കാര്യം, ദിക്റിന്റെ മേൽ മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയൂലേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്തഫ നബിക്ക് ഖൈബറിൽ നിന്ന് ഖാദിമീങ്ങളെ കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി വന്നിട്ട് പുണ്യ നബിയോട് ഒരു ഖാദിമിനെ ആവശ്യപ്പെടാൻ വേണ്ടി വന്നു. കണ്ടില്ല. ആയിഷ ബീവിയോട് പറഞ്ഞേൽപ്പിച്ച് മടങ്ങിപ്പോയി.
വീട്ടിൽ വന്നപ്പോൾ പുണ്യ നബി നേരെ ചെന്നു. അപ്പോൾ ഫാത്തിമയുണ്ട്, അലിയുണ്ട്, റളിയല്ലാഹു അൻഹും, ആ കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ വന്നോന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു ഖാദിമിനെ വേണം, വളരെ ഫശക്കായില റസൂലില്ലാഹി ഫശക്കത്തില റസൂലില്ലാഹി. കയ്യ് പൊട്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കല്ല് പിടിച്ച് അവർ ഗോതമ്പിൻ്റെ റൊട്ടി ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് അതിൻ്റെ ലാഭം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളായിരുന്നു. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബും സഹധർമ്മിണിയും അങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് റളിയല്ലാഹു അൻഹുമാ. ആ കയ്യ് പൊട്ടിയത് എനിക്കൊരു വേലക്കാരനെ കിട്ടിയെങ്കിൽ അപ്പോൾ അവരെ കൂട്ടിയിരുത്തി ഇങ്ങോട്ട് അടുത്തേക്ക് ഇരിക്കുകയും ഞങ്ങൾക്കൊരു പണി പറഞ്ഞുതരാം. ഇദാ വൈതുമാ ഇലാ ഫിറാശികുമാ സബ്ബിഹാ സലാസൻ വസലാസീൻ വഹമ്മിരാ സലാസൻ വസലാസീൻ വകബ്ബിറാ അർബഅൻ വസലാസീൻ ഫദാലിക ഖൈറുൽ ലകുമാ മിൻ ഖാദിം സ്വഹീഹുൽ ബുഖാരി. ഞങ്ങൾക്ക് നല്ലൊരു മാർഗം പറഞ്ഞു തരാണ് പുണ്യ നബി പറഞ്ഞു. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സബ്ബിഹാ സലാസൻ വസലാസീൻ 33 വട്ടം, സുബ്ഹാനല്ലാഹ് വഹമ്മിദാ സലാസൻ വസലാസീൻ 33 വട്ടം, അൽഹംദുലില്ലാഹ് വകബ്ബിറാ സലാസൻ അർബഅൻ വസലാസീൻ. അതായത് നിസ്കാരത്തിന് ശേഷമുള്ളതിന് ലേശൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നിസ്കാരത്തിന് ശേഷം 33 33 33 പ്ലസ് 1 ഇവിടെ 33 33 പ്ലസ് 34. പിന്നെയും ഈ ദിക്റുണ്ട് എന്നും ഒരു റിവായത്തിലുണ്ട്. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് 101ാമത്തെ ദിക്റായിരിക്കും. മനസ്സിലായില്ല? 101ാമത്തെ ദിക്റാകുമെൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 101ാമത്തെ ദിക്ർ 33 പ്ലസ് 33 പ്ലസ് 34. അപ്പോൾ എത്രയായി? 66 34 100 പിന്നെ 1. 2 റിവായത്ത് കാണുന്നുണ്ട്. ജമ്മീദാൽ ഇങ്ങനെയാണ് ചില ഹദീസുകൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഫദാലിക ഖൈറുൽ ലകുമാ മിൻ ഖാദിം. വേലക്കാരനെ ലഭിക്കലിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഇതാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മാത്രല്ല കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. വേറെ ഒരു കാര്യം കേട്ടോളൂ, വലിയ റാഹത്തുള്ള ഒരു ഹദീസ് കേട്ടോളൂ. ഈ ഹദീസ് ഹല്യത്തിൽ അബൂ നുഐം തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രഗൽഭ ഹദീസാണ്. അൻ ജാബിരിൻ ഖാല ഖാല റസൂലുള്ളാഹി, പുണ്യ നബി പറയാ, ഇദാ വൽ ഇൻസാനു ഇലാ ഫിറാശിഹി, ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് വന്നാൽ ഇബ്തദറഹു മലകും വശൈത്താൻ, ആ വിരിപ്പിലേക്ക് 2 ആൾ പാഞ്ഞു വരും. ഒന്ന് മലക്കും ഒന്ന് ശൈത്താനും. 2 ആൾ പാഞ്ഞു വരും. ഫയഖൂലുൽ മലക്കു, മലക്ക് പറയും, ഇഖ്തിം ബിഖൈരിൻ, ഇന്നത്തെ ദിവസം നല്ല കൊണ്ട് അവസാനിപ്പിക്കുക. വയഖൂലു ശൈത്താനു, ശൈത്താൻ പറയും, ഇഖ്തിം ബിശർരിൻ, ശർറ് കൊണ്ട് അവസാനിപ്പിക്കുക. മനസ്സിലായില്ല? വളരെ ചിന്തിക്കണം. ഒരാൾ വിരിപ്പിലേക്ക് വരുമ്പോൾ ഇന്നലെ അന്തിക്ക് വരെ നമുക്കത് ഉണ്ടായിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കാണില്ലല്ലോ. ഒരാൾ വിരിപ്പിലേക്ക് വന്നാൽ 2 ആൾ പാഞ്ഞു വരും. ഇബ്തദറഹു മലകും വശൈത്താൻ, 2 ആൾ പാഞ്ഞു വരും. ഒന്ന് മലക്കും ഒന്ന് ശൈത്താൻ. മലക്ക് പറയും ഇഖ്തിം ബിഖൈരിൻ, നല്ലതുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറയും. ശൈത്താൻ പറയും ഇഖ്തിം ബിശർരിൻ, ശർറ് കൊണ്ട് അവസാനിപ്പിക്കുക. ഫൈദാ ദക്കറല്ലാഹ് ഉറക്കം വരുന്നത് വരെ അവൻ ദാക്കിറായാൽ അവൻ ഉറക്കം വരുന്നത് വരെ ഈ ദിക്റിലായി കിടന്നാൽ, പിശാചിനെ മലക്ക് ഓട്ടിക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണർന്നാലും അങ്ങനെ പിന്നെ ആ മലക്ക് അവിടെ ഉണ്ടാവും. നേരം വെളുക്കുന്നവരെ അവൻ്റെ കാര്യം മുഴുവൻ നോക്കിയിട്ട് അവന് ഹിഫ്ളിമായത്തിലാവും മലക്കിൻ്റെ. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ രാത്രി അവൻ മരിക്കുകയാണെങ്കിലും അവന് ഈമാൻ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഈമാനോട് മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നേരം വെളുത്താലും അങ്ങനെ തന്നെയാണ്. അതിരാവിലെയും മലക്കും ശൈത്താനും പാഞ്ഞു വരും. ഫയഖൂലുൽ മലക്കു, മലക്ക് പാഞ്ഞു വന്ന് നീ കട്ടിൽ നിന്ന് എണീക്കാങ്ങുന്നതാണ്. അപ്പം മലക്ക് പറയും ഇഫ്തതിഹ് ബിഖൈരിൻ, നല്ലതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ. ഫയഖൂലു ശൈത്താനു, ശൈത്താൻ പറയും ഇഫ്തതിഹ് ബിശർരിൻ, ശർറ് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ. നേരെ അതിരാവിലെ അവൻ ഖൈറുകൊണ്ടാണോ ഉദ്ഘാടനം ചെയ്തതെങ്കിൽ ഇത്തബഅഹുൽ മലകു, അന്ന് രാത്രി വരെ മലക്ക് അവൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ അതിൻ്റെ വില എത്രയെന്നാണ് ചിന്തിച്ച്. നേരെ മറിച്ച് അവൻ ശർറ് കൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ
അള്ളാഹുവിനെ അവൻ ദാക്കിറായിട്ടില്ല എങ്കിൽ ഇത്തബഅഹു ശൈത്താൻ. പിന്നെ രാത്രി ഉറങ്ങണ വരെ ഒപ്പം ഉണ്ടാകുന്ന ആളാരാണ്? ശൈത്താനാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും.